Hi dears, നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻസോറിയൽ ഏരിയയിലെ കളർ ബോക്സ് 3 ആണ്. ഇതിനെ നമ്മൾ ടെറിട്ടറി കളർ ബോക്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ട്രേ പിടിക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഹോൾഡിങ്. വെച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ലിഡ് റിമൂവ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കാം. നമ്മുടെ ടെറിട്ടറി കളർ ബോക്സിൽ 9 കമ്പാർട്ട്മെൻറ്റുകളിലായി 9 കളേഴ്സാണ് ഉണ്ടാവുക. ഓരോന്നിലും ഒരു കളറിൻ്റെ 7 ഗ്രേഡിംഗ് ആണ് ഉണ്ടാവുക. ഒരു ദിവസം ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത് ഓൺലി 1 കളർ മാത്രമാണ്. അപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇൻഡെക്സ് ആൻഡ് തമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കളർ ടാബ്ലറ്റ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇതിന് ശേഷം ഈ ബോക്സ് നമുക്ക് റൈറ്റ് സൈഡ് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. ദീസ് ആർ റെഡ് കളേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ഡാർക്ക് ആൻഡ് ദിസ് ഈസ് ലൈറ്റ്. ഡാർക്ക്, ലൈറ്റ്. Now we are going to grading the colors. This is the dark one and this is the next one. This is the grading method. This is the grading method, dark to light. ഇവിടെ കുട്ടികൾ ലേൺ ചെയ്യുന്നത് ഡാർക്ക്, ഡാർക്കർ, ഡാർക്കസ്റ്റ്, ലൈറ്റ്, ലൈറ്റർ, ലൈറ്റസ്റ്റ്. നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന വൊക്കാബുലറീസ്: മാറ്റ്, ബോക്സ്, ലിഡ്, കമ്പാർട്ട്മെന്റ്, കളർ ടാബ്ലറ്റ്സ്, ഗ്രേഡിംഗ്. Then dark-ന്റെ 3 forms: dark, darker, darkest and light-ന്റെ light, lighter, lightest എന്നിവയാണ്. ഇതോടെ നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഒരു ഷെയ്ഡിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിലെയും കളേഴ്സ് കുട്ടികളെ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഇത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ ഡാർക്ക് ടു ലൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ തിരിച്ച് ഷെൽഫിലേക്ക് വെക്കാം. ഇതോടുകൂടി ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആവും. ഈ ആക്ടിവിറ്റിയുടെ എയിം റിഫൈൻമെൻറ്റ് ഓഫ് സെൻസസ് എന്നുള്ളതാണ്. പെർസെപ്ഷൻ ഓഫ് കളേഴ്സ്, മാച്ചിങ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, പയറിംഗ് ആൻഡ് ഗ്രേഡിംഗ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഡിസ്ക്രിമിനേഷൻ ഓഫ് ട്രോമാറ്റിക് സെൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് ഫോമിംഗ് മെൻ്റൽ ഓർഡർ എന്നിവയാണ്. 2.5 years ഓൺവേർഡ്സാണ് നമ്മൾ ഈ ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരിൽ വിഷ്വൽ സെൻസ് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി അവർ സഹായിക്കുന്നു. അതുപോലെ കൃത്യമായ ഓർഡർ, അതായത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആ ഒരു ഡാർക്കസ്റ്റ് ലൈറ്റസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കുട്ടികളത് ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കൃത്യമായൊരു അവയർനെസ് കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു.